ഹായ് എവരി വൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സജി. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ബ്ലോക്കിൽ ഒന്നാമത്തെ യൂണിറ്റ് ഫിനിഷ് ആകും. അപ്പം നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മലയാളം എന്താണ്? പോരായ്മകൾ, പരിമിതികൾ അല്ലെങ്കിൽ ദോഷങ്ങൾ. ഇതിൽ ഏത് ചോദിച്ചാലും ഒരു മീനിങ് തന്നെയാണ്. നമുക്ക് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഹാസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊഡ്യൂസിംഗ് ആൻഡ് പ്രൊവൈഡിംഗ് ഡിപെൻഡബിൾ അക്കൗണ്ടിംഗ് ആൻഡ് അതർ റെലവന്റ് ഡേറ്റ ഫോർ ദി യൂസ് ഓഫ് മാനേജ്മെന്റ്. ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഹാസ് ദി responsibility of producing and providing dependable accounting and other relevant data for the use of management. അതായത് മാനേജ്മെന്റിന്റെ ഉപയോഗത്തിനായി വിശ്വസനീയമായ അക്കൗണ്ടിംഗ് വിവരങ്ങളും മറ്റ് ബന്ധപ്പെട്ട വിവരങ്ങളും തയ്യാറാക്കി നൽകാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടന്റിന് ഉത്തരവാദിത്തമുണ്ട്. മാനേജ്മെന്റ് ഉപയോഗത്തിനായി വിശ്വസനീയമായ അക്കൗണ്ടിംഗ് വിവരങ്ങളും മറ്റ് ബന്ധപ്പെട്ട വിവരങ്ങളും തയ്യാറാക്കി നൽകാനുള്ള മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഉത്തരവാദിത്തമുണ്ട്. ദ ഡേറ്റ പ്രൊവൈഡഡ്, നൽകിയിരിക്കുന്ന ഡേറ്റ, ഇഫ് ഇറ്റ് ഈസ് ടു ബി റിയലി എഫക്റ്റീവ് ഇൻ ദ മാനേജ്മെന്റ് പ്രോസസ്സിംഗ്. ഇഫ് ഇറ്റ് ഈസ് ടു ബി റിയലി എഫക്റ്റീവ് ഇൻ ദ മാനേജ്മെന്റ് പ്രോസസ്സിംഗ്. മാനേജ്മെന്റ് പ്രോസസ്സിൽ യഥാർത്ഥത്തിൽ ഫലപ്രദമാകണമെങ്കിൽ മസ്റ്റ് ബി, അത് ഈ പറഞ്ഞ താഴെ പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? റെലവന്റ് ആൻഡ് പ്രിസൈസ്. റെലവന്റ് എന്ന് പറയുമ്പോൾ അനുയോജ്യമായതും അല്ലെങ്കിൽ ഉചിതമായതും അല്ലെങ്കിൽ പ്രസക്തമായതും. പ്രിസൈസ് എന്ന് പറയുന്നതാണ് കൃത്യവും. അപ്പോൾ ഒന്ന് പറഞ്ഞ്, റെലവന്റ് ആൻഡ് പ്രിസൈസ് എന്ന് പറയുന്നത് പ്രസക്തവും കൃത്യവുമായിരിക്കുന്നു. രണ്ടെന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആൻഡ് കമ്പാരബിൾ, സ്ഥിരതയുള്ളതും താരതമ്യപ്പെടുത്താവുന്നതുമായിരിക്കണം. മൂന്ന്, പ്രസന്റഡ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ഫോം, യോജിച്ചും മനസ്സിലാക്കാൻ എളുപ്പവുമായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടണം. പ്രൊവൈഡഡ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം ഇന്റർവെൽസ്, അനുയോജ്യമായ കാലക്രമങ്ങളിൽ നൽകപ്പെടണം. ആൻഡ് കൂടാതെ പ്രൊവൈഡഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, വിവിധ തരത്തിലുള്ള മാനേജ്മെന്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നൽകപ്പെടണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ്സിൽ യഥാർത്ഥത്തിൽ ഫലപ്രദമാകുന്ന കാര്യങ്ങൾ. അതുമാത്രമല്ല, the management accountant is expected to keep in mind the above points while producing the product. The management accountant is expected to keep in mind the above points while producing the product. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഉൽപ്പന്നം തയ്യാറാക്കുമ്പോൾ, അതായത് പ്രോഡക്റ്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ആ കാര്യങ്ങള് എന്ത് ചെയ്യണം? മനസ്സിൽ വെക്കണമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതാണ് എക്സ്പെക്റ്റഡ്. ഹവർ, എങ്കിലും, the information and reports presented by the management accountant still suffered from the following limitations. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അവതരിപ്പിക്കുന്ന വിവരങ്ങളും റിപ്പോർട്ടുകളും ഇപ്പോഴും താഴെ പറയുന്ന പരിമിതികളിൽ നിന്ന് ബാധിക്കപ്പെട്ടിരിക്കുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അവതരിപ്പിക്കുന്ന ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ട്സ്, വിവരങ്ങളും റിപ്പോർട്ട്സുകളും ഇപ്പോഴും താഴെ പറയുന്ന ലിമിറ്റേഷൻസിൽ നിന്നും ബാധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ്? ഇതാണ് ആക്ച്വൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഡിഫറെന്റ് മീനിങ്സ് ഓഫ് ദ സെയിം ടേം, അപ്രോക്സിമേഷൻസ്, ഇൻകംപ്ലീറ്റ്നെസ് ഡേറ്റ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓരോ പോയിന്റിലും എക്സ്പ്ലനേഷൻ ചെയ്തിരിക്കുന്നത് ബുള്ളറ്റ് പോയിന്റ് ആണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ. അപ്പൊ ടെക്സ്റ്റിൽ കിടക്കുന്നത് പാരഗ്രാഫ് പോലെ കിടക്കുക. അപ്പൊ നമ്മൾ ആ പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തു. അതിനാണ് ബുള്ളറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ
അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാണ് ഡിഫറെൻറ്റ് മീനിങ്സ് ഓഫ് ദ സെയിം ടേം. അതായത് ഒരേ പദത്തിനും വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടാവും. ഒരു വാക്കിൽ തന്നെ എന്ത് ചെയ്യും, പല പല അർത്ഥങ്ങളുണ്ടാവും. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ അക്കൗണ്ടിങ് the same may have different meanings under different circumstances. എന്താ പറഞ്ഞിരിക്കുന്നത്? In accounting the same may have different meanings under different circumstances. അതായത് അക്കൗണ്ടിങ്ങിൽ ഒരേ പദത്തിന് പല സാഹചര്യങ്ങളിൽ പല അർത്ഥമുണ്ടാകും. അതിന് പ്രധാനമായിട്ട് വരുന്ന എക്സാമ്പിളാണ് കോസ്റ്റ് ആണ് മെൻഷൻ ചെയ്യുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചെലവുകളാണ്. അപ്പോൾ അതിന് ചെലവുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതായത് ചരിത്ര ചെലവ്. പിന്നെ ടോട്ടൽ കോസ്റ്റ്, സമ്പൂർണ്ണമായിട്ടുള്ള ചെലവ്. അടുത്തെന്താണ്? ഡയറക്റ്റ് കോസ്റ്റ്, നേരിട്ടുള്ള ചെലവ്. വേരിയബിൾ കോസ്റ്റ്, വ്യത്യാസപ്പെടുന്ന ചെലവുകൾ. ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസര ചെലവുകൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാത്തിൻ്റെയും ഒരേ പദത്തിന് പല സാഹചര്യങ്ങളിലെയും അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദിസ് ക്യാൻ കോസ് കൺഫ്യൂഷൻ. ഇതുമൂലം നമുക്ക് എന്ത് സംഭവിക്കാം? ആശയക്കുഴപ്പം ഉണ്ടാക്കാം. Therefore, അതിനാൽ the management accountant must clearly define and use consistent meanings. എന്ത് പറഞ്ഞിരിക്കുന്നത്? The management accountant must clearly define and use consistent meanings. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് വ്യക്തമായി നിർവചിക്കുകയും ഒരേ രീതിയിൽ അർത്ഥങ്ങൾ ഉപയോഗിക്കുകയും വേണം. അതുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയും ഒരേ രീതിയിൽ അർത്ഥങ്ങൾ ഉപയോഗിക്കുകയും വേണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടോ, ആ എക്സാമ്പിളിനെ കുറിച്ചാണ് ഇവിടെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് പറയുകയാണ് അപ്രോക്സിമേഷൻസ്. എന്താണ് ഈ അപ്രോക്സിമേഷൻസ് പറഞ്ഞാൽ? അനുമാനങ്ങൾ. അതെന്താ നമുക്ക് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡേറ്റ ഈസ് നോട്ട് ഓൾവേസ് കംപ്ലീറ്റ്ലി ആക്യുറേറ്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡേറ്റ ഈസ് നോട്ട് ഓൾവേസ് കംപ്ലീറ്റ്ലി ആക്യുറേറ്റ്. എല്ലാ അക്കൗണ്ടിങ് ഡേറ്റയും കൃത്യമായിരിക്കണമെന്നില്ല. മെനി ടൈംസ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ എന്താ പറയുക? മെനി ടൈംസ് എസ്റ്റിമേറ്റഡ് ആർ ഇൻവോൾവ്. അപ്പൊ എന്താ പറയുക? പലപ്പോൾ കണക്ക് കൂട്ടലുകൾ ഉൾപ്പെടുന്നുണ്ട്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാണ് കണക്കൂട്ടുക, അല്ലെ? കണക്കൂട്ടലുകൾ. അപ്പൊ ഒന്നും കൂടെ പറയാം. അപ്രോക്സിമേഷൻസ് എന്ന് പറയുന്നത് അനുമാനങ്ങളാണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡേറ്റ ഈസ് നോട്ട് ഓൾവേസ് കംപ്ലീറ്റ്ലി ആക്യുറേറ്റ്. എല്ലാ അക്കൗണ്ടിങ് ഡേറ്റയും കൃത്യമായിരിക്കണമെന്നില്ല. മെനി ടൈംസ് പലപ്പോഴും എസ്റ്റിമേറ്റേഴ്സ് ആർ ഇൻവോൾവ്, കണക്ക് കൂട്ടലുകൾ ഉൾപ്പെടുന്നുണ്ട്. ദ ഗ്രേറ്റർ ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഒക്യുറൻസ് ഓഫ് ആൻ ഈവന്റ് ആൻഡ് ഇസ് റിപ്പോർട്ടിംഗ് ദ ഗ്രേറ്റർ ദ അപ്രോക്സിമേഷൻ. അതായത് സംഭവവും അതിന്റെ റിപ്പോർട്ടും തമ്മിലുള്ള സമയവ്യത്യാസം കൂടുമ്പോൾ അനുമാനത്തിന്റെ പങ്ക് കൂടും. സംഭവവും അതിന്റെ റിപ്പോർട്ടും തമ്മിലുള്ള ടൈം ഡിഫറൻസ് കൂടുമ്പോൾ അനുമാനത്തിന്റെ പങ്ക് കൂടുമെന്നാണ് പറയുന്നത്. Obtaining precise data may be costly and time consuming, so approximations are often necessary. Obtaining precise data may be costly and time consuming, so approximations are often necessary. കൃത്യമായ ഡേറ്റ കണ്ടതിനുള്ള ചെലവും സമയം കൂടുതലാക്കാം. അതിനാൽ അനുമാനങ്ങൾ ആവശ്യമാകും. കൃത്യമായ ഡേറ്റ കണ്ടതിനുള്ള ചെലവും സമയവും കൂടുതലാക്കാം. അതിനാൽ അനുമാനങ്ങൾ ആവശ്യമായിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് പോയിന്റ്. The accountant must always be aware of the degree of approximation. The accountant must always be aware of the degree of approximation. ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? തോതാണ്, അല്ലെ? അതായത് ലെവൽ എന്ന് പറയും. അക്കൗണ്ടന്റ് എപ്പോഴും അനുമാനങ്ങളുടെ തോത് മനസ്സിലാക്കണം, ലെവൽ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം.
അതാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഇൻകംപ്ലീറ്റ്നെസ് ഡേറ്റ. എന്താണ് ഇൻകംപ്ലീറ്റ്നെസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ലാത്ത ഡേറ്റ, അതാണ് അപൂർണമായ ഡേറ്റ എന്നാണ് ശരിക്കുള്ള മലയാളം. അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നത്? ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ക്യാൻ പ്രൊവൈഡ് ഓൺലി ദ അവൈലബിൾ ഡേറ്റ. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നൽകുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എപ്പോഴും ഡേറ്റാസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ദ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ക്യാൻ പ്രൊവൈഡ് ഓൺലി ദ അവൈലബിൾ ഡേറ്റ. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നൽകുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 2, മാനേജ്മെന്റ് ഓപ്റ്റൻ റിക്വയർസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എലോങ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. മാനേജ്മെന്റിന് പലപ്പോഴുമായിട്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് ആവശ്യമാണ്. എന്താണ് ഈ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഗുണപരമായിട്ടുള്ള ഡേറ്റാസ് അല്ലെ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസിനോടൊപ്പം തന്നെ എന്തും കൂടെ വരണം, ക്വാളിറ്റേറ്റീവ് ഡേറ്റയും കൂടെ ആവശ്യം വേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ പോയിന്റ്, accounting data may not disclose factors affecting product quality or methods of production. അക്കൗണ്ടിംഗ് ഡേറ്റയിൽ പ്രോഡക്റ്റിന്റെ ഗുണമേന്മ, നിർമ്മാണ രീതികൾ എന്നിവയെ ബാധിക്കുന്ന കാരണങ്ങൾ വ്യക്തമാവണമെന്നില്ല. അക്കൗണ്ടിംഗ് ഡേറ്റയിൽ പ്രോഡക്റ്റിന്റെ ഗുണമേന്മ, നിർമ്മാണ രീതികൾ എന്നിവയെ ബാധിക്കുന്ന കാരണങ്ങൾ വ്യക്തമാകണമെന്നില്ല. Therefore, അതായത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ alone cannot solve all problems. അക്കൗണ്ടിംഗ് വിവരങ്ങൾ മാത്രം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാവില്ല. അക്കൗണ്ടിംഗ് വിവരങ്ങൾ മാത്രം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാകില്ല എന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് ഈ ഇൻകംപ്ലീറ്റ്നെസ് ഡേറ്റയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായല്ലോ? അപ്പോൾ പാർട്ട് ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഡിഫറെന്റ് മീനിങ്സ് ഓഫ് ദ സെയിം ടേമും അപ്രോക്സിമേഷൻസും ഇൻകംപ്ലീറ്റ്നെസ് ഡേറ്റയും അല്ലെ. അപ്പൊ എന്താണ് ഡിഫറെന്റ് മീനിങ്സ് ഓഫ് ദ സെയിം ടേം എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ്ങിൽ ഒരേ പദത്തിന് പല സാഹചര്യങ്ങളിൽ പല അർത്ഥമുണ്ടാകും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെലവിനാണ് മെൻഷൻ. ഇപ്പൊ ചെലവ് എന്ന് പറഞ്ഞിട്ടാണ് കോസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ കോസ്റ്റുകൾ പറയുന്നുണ്ട്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതുമാത്രമല്ല ഈ ഓരോ കോസ്റ്റുകൾക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ആശയക്കുഴപ്പം ഉണ്ടാക്കും, കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതിനാൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുകയും ഒരേ രീതിയിൽ മീനിങ് ഉപയോഗിക്കുകയും വേണമെന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് അപ്രോക്സിമേഷൻസ്. എന്താണ് ഈ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ? അനുമാനങ്ങൾ അല്ലെ. എല്ലാ അക്കൗണ്ടിങ് ഡേറ്റയും കൃത്യമായിരിക്കണമെന്നില്ല. പലപ്പോഴും കണക്ക് കൂട്ടലുകൾ ഉൾപ്പെടുന്നുണ്ട്. സംഭവവും അതിന്റെ റിപ്പോർട്ടും തമ്മിലുള്ള സമയ വ്യത്യാസം കൂടുമ്പോൾ അനുമാനത്തിന്റെ പങ്ക് കൂടും. കൃത്യമായ ഡേറ്റ കണ്ടതിനുള്ള ചെലവും സമയം കൂടുതലാകാം. അതിനാൽ അപ്രോക്സിമേഷൻസ് ആവശ്യമായേക്കും. അക്കൗണ്ടന്റ് എപ്പോഴും അനുമാനങ്ങളുടെ ലെവല് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ പറയുന്നത് ഇൻകംപ്ലീറ്റ്നെസ് ഡേറ്റ ആണ്, അതായത് പൂർണ്ണമല്ലാത്ത ഡേറ്റ. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നൽകുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് മാത്രമേ ആയിരിക്കുള്ളൂ. മാനേജ്മെന്റ് പലപ്പോഴും ആവശ്യപ്പെടുന്നത് ക്വാളിറ്റി ഡേറ്റ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയോടൊപ്പം തന്നെ ആരും കൂടെ വരണം, ക്വാളിറ്റി ഡേറ്റയും കൂടെ ഉൾപ്പെടുത്തണം. അക്കൗണ്ടിംഗ് ഡേറ്റയിൽ പ്രോഡക്റ്റിന്റെ ഗുണമേന്മയും നിർമ്മാണ രീതികൾ എന്നിവ അഫക്റ്റ് ചെയ്യുന്ന കാരണങ്ങൾ വ്യക്തമാവണമെന്നില്ല. അതായത് അക്കൗണ്ടിംഗ് വിവരങ്ങൾ മാത്രം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാകില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററുടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ യൂണിറ്റിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന 3 ക്വസ്റ്റ്യൻസിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡെഫിനിഷനും പിന്നെ വരുന്നത് മാനേജറിയൽ അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? 1 മാർക്കിനോ 2 മാർക്കിനോ എക്സ്പെക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ 5 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ആവശ്യങ്ങള്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങള്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ്. എസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഈസ് മീൻ ബൈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും എക്സ്പ്ലൈൻ ഫങ്ഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്തിട്ട്
ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതും 15 മാർക്കിന് ചോദിക്കാം. ഓക്കെ. പിന്നെ അതേപോലെ വാട്ട് ആർ ദി എന്നാണ് ചോദിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണെന്ന് എഴുതിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഓക്കെ. ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ എന്ന് പറയുകയാണെങ്കിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ല വാട്ട് ആർ ദിന് ചോദിക്കുവാണെങ്കിൽ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ 5 മാർക്കിന് എന്ത് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങോ ഡെഫിനിഷനോ എഴുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ആ പറഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ ഉൾപ്പെടുത്താൻ. എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, പോയിന്റ് നമ്പർ ആണെങ്കിൽ പോയിന്റ് എഴുതാം, അത്രേ ഉള്ളൂ. എങ്ങനെ ചോദിച്ചാലും ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങോ ഡെഫിനിഷൻ മസ്റ്റാണ് എഴുതും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഉടനെ എന്തെങ്കിലും വരും. ഓക്കെ, താങ്ക് യു.